കേരളം നമ്പർ 1 എന്നത് ഈ അടുത്ത കാലത്തെ സഖാക്കളാണ് കൂടുതലായിട്ട് പറഞ്ഞു നടക്കുന്നത്. തങ്ങൾ എന്തോ കിട്ടിയ തങ്ങൾ എന്തോ കൂടിയിനമാണെന്നും മറ്റുള്ളവരെല്ലാം വെറും ഏഴാംകൂലികളാണെന്നുമുള്ള പരിഹാസവും പുച്ഛവുമായി നടക്കുമ്പോഴും സ്വന്തം ഉടുമുണ്ടഴിഞ്ഞു പോകുന്നത് അവർ കാണുന്നില്ല എന്നതാണ് ദയനീയം. സഖാക്കളെല്ലാം പിൻവാതിൽ PhDകളുമായി അരങ്ങു വാഴുന്ന വിവരം ഇതിനകം തന്നെ നാട്ടിലെങ്ങും പാട്ടായ രഹസ്യമാണ്. അക്ഷരം കൂട്ടി എഴുതുവാൻ അറിയാത്തവർക്ക് ബിരുദവും, ബിരുദത്തിന് തോറ്റവർക്ക് ബിരുദാനന്തര ബിരുദവും വാഴക്കുല ചെങ്ങമ്പുഴയുടേതാണോ അതോ വൈലോപ്പിള്ളിയുടേതാണോ എന്നറിയാത്തവർക്ക് ഡോക്ടറേറ്റും, സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്ക് ഇംഗ്ലീഷിലുള്ള തീംസിന് സംസ്കൃതത്തിൽ PhDയും ഒക്കെ കൊടുത്ത് മുന്നേറുകയാണെങ്കിലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ലോകോത്തര നിലവാരത്തിലാണ് എന്നതാണ് സഖാക്കൾ തള്ളിമറിക്കാറുള്ളത്. തങ്ങൾ ഭരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റിയെന്ന് പറഞ്ഞ് കേരളത്തിലെ ഭൂരിപക്ഷം കോളേജുകളിലേക്കും പകുതിയിലേറെ സീറ്റുകൾ വിദ്യാർത്ഥികളില്ലാതെ ശൂന്യമാണെന്നതും കേരളത്തിലെ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനായി അയൽ സംസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളെയോ ആണ് ആശ്രയിക്കുന്നതെന്നും ഇവർ ഒരിക്കലും അംഗീകരിച്ചു തരികയുമില്ല. എന്താണെങ്കിലും അവരുടെ ഗീർവാണത്തിന്റെ നെറുകയിലേക്ക് ആഞ്ഞു പ്രഹരിച്ചിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയ അഭിനേത്രി ശോഭന. കേരളത്തിൽ പല പ്രാപഞ്ചന്മാരും കാശുകൊടുത്ത് പേരിനൊപ്പം ഡോക്ടർ എന്ന് വെക്കാനായി ബിരുദം വാങ്ങുന്ന പതിവുണ്ടെങ്കിലും അങ്ങനെയല്ലാതെയും കഴിവുകൊണ്ട് നേടിയെടുക്കുന്നവരുമുണ്ട്. കേരളത്തിലെ ഒരു പ്രധാന സർവകലാശാലയായ ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാല 2021 അഭിനേത്രി ശോഭനയ്ക്കും സംഗീതജ്ഞ TM കൃഷ്ണനും ഉൾപ്പെടെ 3 പേർക്ക് ഡിലിറ്റ് നൽകാൻ തീരുമാനിക്കുകയും സെനറ്റ് അംഗീകരിച്ച ശേഷം പ്രഖ്യാപനം നടത്തുകയുമുണ്ടായി. കേരളത്തിലെ സർവകലാശാലകൾ ഇങ്ങനെ പ്രഗത്ഭരും കഴിവുള്ളവരായി തെളിയിച്ചതുമായ പ്രതിഭകൾക്ക് ഡിലിറ്റ് നൽകുന്ന പതിവുകളുള്ളതാണ്. യേശുദാസിനെല്ലാം ഇത്തരത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃത സർവകലാശാലയുടെ ഈ തീരുമാനത്തിൽ വിവാദങ്ങൾക്കൊന്നും തന്നെ സ്ഥാനമില്ല. എന്നാൽ പിന്നെയുള്ള കാര്യങ്ങളാണ് കേരള സർക്കാർ സംസ്കൃത സർവകലാശാലയോട് ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് വെളിവാകുന്നത്. 5 വർഷം മുൻപ് പ്രഖ്യാപിച്ച ഡിലിറ്റ് തനിക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന ശോഭനയുടെ വാക്കുകളാണ് സർവകലാശാലയെയും കേരള സർക്കാരിനെ തന്നെയും നാണം കെടുത്തിയിരിക്കുന്നത്. കാരണങ്ങൾ പലതും വിശദീകരിക്കുന്നുണ്ടെങ്കിലും സംഭവം വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഇനി ശോഭന CPM പരിപാടികൾക്കല്ലാതെ സുരേഷ് ഗോപിയുടെ ചടങ്ങുകളിൽ പങ്കെടുത്തതിന്റെ രാഷ്ട്രീയ പക പോക്കലാണോ എന്നും പറയാനാവില്ല. സഖാക്കളുടെ അസഹിഷ്ണുത എത്രത്തോളം ഉണ്ടെന്നത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സംസ്കൃത സർവകലാശാല മുൻപും വലിയ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ളതാണ്. പേരിൽ ശ്രീ ശങ്കരൻ ഉണ്ടെങ്കിലും സഖാക്കളുടെ കൂത്തരങ്ങാണ് അവിടെ നടക്കുന്നത്. ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷിന്റെ ഭാര്യയ്ക്ക് അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം നൽകുവാൻ നടത്തിയ തരികിടകളൊക്കെ കേരളം ഏറെ ചർച്ച ചെയ്തതുമാണ്. അതുപോലെ തന്നെ അതിനു മുൻപ് സഖാക്കളുടെ വലിയൊരു ബുദ്ധിജീവിയായ സുനിൽ P ഇളയിടം അവിടെ നിയമനത്തിനായി നടത്തിയ തരികിടകളും ഈ അടുത്ത കാലത്ത് വിവരാവകാശ രേഖയായി പുറത്തു വന്നിരുന്നു. പറഞ്ഞു വന്നത് സംസ്കൃതം എന്ന വൈദികമായ ഭാഷയുടെ പേരിലുള്ള സർവകലാശാലയില് അസുരന്മാരുടെ വിളയാട്ടം എന്നതാണ്. കുറച്ചു കാലം മുൻപ് വരെ ധർമ്മരാജ് അഡാട്ട് എന്നയാളാണ് അവിടെ വൈസ് ചാൻസലർ ആയിരുന്നത്. ആ കാലത്താണ് സർവകലാശാല അതിന്റെ ഏറ്റവും ദുരന്തപൂർണമായ അവസ്ഥയിലെത്തിയതെന്ന് പറയാതിരിക്കാനുമാവില്ല. തന്റെ കുഴപ്പങ്ങളെ വെള്ളപൂശാനാവണം 2021 ശോഭനയ്ക്കും TM കൃഷ്ണയ്ക്കും ഡിലിറ്റ് പ്രഖ്യാപിച്ച് ആ വാർത്തയ്ക്ക് പിൻപിൽ മറ്റ് പലതിന്റെയും പ്രാധാന്യം കുറയ്ക്കുവാൻ ശ്രമം നടത്തിയത്. ആ പ്രഖ്യാപനവും സർവകലാശാലയെ നാണം കെടുത്തുന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. പ്രഖ്യാപനം നടന്ന് 5 വർഷമായിട്ടും ആ ഡിലിറ്റ് നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ശോഭന തന്നെ സർവകലാശാലയിലെ ഒരു ചടങ്ങിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ഈ വിവരം ഓർമ്മപ്പെടുത്തിയത്. അപ്പോഴാണ് സർവകലാശാലയിലെ പലരും ഇത് ഓർത്തത് തന്നെ. പിന്നെ ആ പ്രഖ്യാപനത്തിന് ശേഷമുണ്ടായ നടപടികളുടെ കാര്യം നോക്കിയപ്പോഴാണ് പ്രഖ്യാപനമല്ലാതെ ഇത് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ആലോചനാ യോഗം പോലും ചേർന്നിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ഗീതാ കുമാരി അറിയിച്ചത്. മാത്രമല്ല നിലവിലെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഡിലിറ്റ് നൽകുന്ന ചടങ്ങ് സംഘടിപ്പിക്കുവാനുള്ള സാമ്പത്തിക ശേഷി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് സർവകലാശാല മുന്നോട്ട് പോകുന്നതത്രേ. എങ്ങനെയുണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം?
കേരളത്തിലെ പ്രധാന സർവകലാശാലകളിലൊന്നായ സംസ്കൃത സർവകലാശാലയുടെ ദയനീയ സ്ഥിതിയാണ് വൈസ് ചാൻസലറുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. ചടങ്ങ് സംഘടിപ്പിക്കുവാൻ ഏകദേശം 15 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നും അതിനുള്ള സാമ്പത്തിക നില ഇപ്പോൾ സർവകലാശാലയ്ക്കില്ല എന്നുമാണ് ഗീതാകുമാരി വ്യക്തമാക്കിയത്. വിരമിച്ചവർക്കുള്ള പെൻഷൻ കൃത്യമായിട്ട് നൽകുവാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നും ഈ വിവരങ്ങൾ സംസ്ഥാന ധനകാര്യമന്ത്രിയെ നേരിട്ട് കണ്ട് അറിയിച്ചതാണെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷവും തുക അനുവദിക്കുന്ന നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും അവർ പറയുന്നു. ആദ്യം പറഞ്ഞ പോലെ അനധികൃത നിയമനങ്ങളും ഭരണവും എല്ലാം കൊണ്ട് തന്നെയാകും വിധം നശിപ്പിച്ചതാണ് ധർമ്മരാജ് അഡാട്ട് പടിയിറങ്ങിയത്. ശോഭനയ്ക്ക് നൽകേണ്ട ഡിലറ്റിനെ കുറിച്ച് ധർമ്മരാജ് അഡാട്ട് പറയുന്നത് അന്ന് ഗവർണർക്ക് ഒഴിവില്ലാതിരുന്നത് കൊണ്ടാണ് ചടങ്ങ് സംഘടിപ്പിക്കാനാവാതെ പോയതെന്നാണ്. എന്നാൽ കേരളത്തിലെ ഗവർണർമാർ ഇത്ര തിരക്കുള്ളവരാണോ എന്നത് നമ്മൾക്ക് അറിയാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള കേരള സർക്കാരിന്റെ താല്പര്യം എത്രയുണ്ട് എന്നതിന്റെ തെളിവുകളാണ് സംസ്കൃത സർവകലാശാലയുടെ ഈ പ്രതിസന്ധി. കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു വിവരാവകാശ രേഖയും കൂടി ഇതിനോടൊപ്പം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സെക്രട്ടേറിയറ്റിലെ ചീഫ് സെക്രട്ടറിയും മറ്റ് ഉദ്യോഗസ്ഥന്മാരും 3 മാസത്തെ ചായ കുടിച്ചതിന്റെ ചെലവായിട്ട് 6 ലക്ഷത്തിലേറെ രൂപ സർക്കാർ അനുവദിച്ച ഉത്തരവാണ് അത്. ഒരു സർക്കാർ ഓഫീസിലെ ചായയുടെ ചെലവിനായിട്ട് ഇത്രയും ചെലവഴിക്കാൻ സർക്കാരിന് യാതൊരു മടിയും ഇല്ലാതിരിക്കുമ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന സർവകലാശാല പ്രഖ്യാപിച്ച ഒരു ഡിലിറ്റ് ചടങ്ങ് നടത്തുവാൻ 15 ലക്ഷം രൂപ പോലും ചെലവാക്കാനാവാതെ ദുരന്തത്തിൽ മുന്നോട്ട് പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു മുൻ കോളേജ് പ്രൊഫസർ ആണെന്നത് കൂടി ഓർക്കേണ്ടതുണ്ട്. അത് ഓർക്കുമ്പോഴാണ് അടുത്ത ദുരന്തം ഓർമ്മ വരിക. ഇംഗ്ലീഷ് പ്രൊഫസറായ അവരുടെ ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ ട്രോളന്മാർക്ക് ചാകര ഒരുക്കിയതും നമ്മൾ കണ്ടിരുന്നു. അത്തരക്കാർ എങ്ങനെയായിരിക്കും അവിടെയൊക്കെ കടന്നുകൂടിയതെന്നത് ഏവർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. ഇവരെ പോലെയുള്ളവർ നയിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം ഇങ്ങനെയെങ്കിലും ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. അത്രമാത്രമേ നമുക്കൊരു മാർഗമുള്ളൂ. ഇവരുടെ നിലവാരം വെച്ച് ആ സ്ഥാപനങ്ങൾ എന്നേ പൂട്ടി പോകേണ്ടതായിരുന്നു. TM കൃഷ്ണ ഇടതുപക്ഷത്തോട് ചേർന്ന് നടക്കുന്ന ആളായത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഇതുവരെ പ്രതികരണം ഒന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും മലയാളി എന്ന നിലയിൽ ആ കലാകാരിയോട് നമുക്ക് ക്ഷമ ചോദിക്കാം. ഇപ്പോൾ ചെയ്യാവുന്നത് അത്രയും മാത്രമേ ഉള്ളൂ.